ഈ വരുന്ന 5-ാം തീയതി നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന്റെ ഇതിൽ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. അതിനകത്ത് വരുന്ന എന്ത് പ്രശ്നങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു അതിന്. കാരണം നമ്മുടെ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അതിനകത്ത് വേറൊന്നും പറയാനില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 18-ാം തീയതി നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ സംഭവങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത്രയും മാസങ്ങളോളം ഞാൻ മാനസികമായിട്ട് അവരെന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കമ്മിറ്റികൾ അല്ലെങ്കിൽ ഒരു കൗൺസിൽ യോഗത്തിൽ എൻ്റെ ഒരു കടമയാണ്. ഞാൻ ജനങ്ങളോട് എടുത്തൊരു കടമയാണ് എനിക്ക് എൻ്റെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാന്നുള്ളത്. ആ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ പോലും അവരെന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്നെ എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ അവർ കയറ്റി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അവർ ഇതിലേക്ക് കൂട്ടിക്കുഴച്ചുകൊണ്ട് മാനസികമായിട്ട് അവരെന്നെ വളരെ ഹറാസ് ചെയ്യുക ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഞാൻ എന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. അത്രമേൽ എന്നെ ബുദ്ധിമുട്ടിച്ചു. ഇത്രയും മാസങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ അനുഭവിച്ചു. അപ്പൊ ഞാൻ ഒരാള് ഇത് വരുമ്പോ അവർക്ക് കുറച്ചുകൂടെ പവർ വരും. ഞാൻ എന്തായാലും 25 വർഷം ഞാൻ പാർട്ടിയുടെ കൂടെ നിന്ന ആളല്ലേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ അങ്ങനെ തളർന്നു പോണ കക്ഷിയൊന്നും അല്ല. കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ തീർച്ചയായിട്ടും അവരുടെ ഭരണം പൂർത്തിയാക്കാൻ ഏതാനും മാസങ്ങളുള്ള സമയത്ത് ഇതിൽ നിന്ന് ഒരു തിരിച്ചടി ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അവരെന്നോട് പെരുമാറിയ ആ പെരുമാറ്റം കാണുമ്പോ അറിയാം ഇനി ഇതൊന്നും സംഭവിക്കാൻ ഇത് ശരിക്കും ആ ബഡ്ജറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും എന്തൊരു കളിയാക്കായിരുന്നെന്നറിയാം. അവനെയൊക്കെ അവിടെ കൂവി ഇറക്കി വിട്ടത്. ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ കൂവി ഇറക്കി വിട്ടു. അപ്പൊ ഇനി ഇത് സംഭവിക്കുകയല്ല, ഇനി ഒരു അവിശ്വാസം സംഭവിക്കുകയല്ല. പക്ഷെ ഇത് എന്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു അതിനകത്തുനിന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു അവിശ്വാസം അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആള് ഞാനാ. പേടി അന്ന് നമുക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ആ പ്രഹരം നമ്മൾ സഹിച്ചില്ലേ. പേടിയൊന്നും എനിക്കില്ല. എങ്ങനെ വന്നാലും നേരിടാൻ ഞാൻ പറഞ്ഞല്ലോ തയ്യാറാണ്. അവര് അതെങ്ങനെ ചെയ്യണം അതിന്റെ അപ്പുറത്തെ ഇത് എടുക്കാൻ നമ്മളും തയ്യാറാ. തീർച്ചയായിട്ടും പോലീസ് പ്രൊട്ടക്ഷൻ നമുക്ക് വീട്ടിൽ സെക്യൂരിറ്റി വെക്കണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മള് ചിന്തിച്ചില്ല. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.